ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടുവില് 2024-ലും 2023-ലും അതുപോലെ 2025-ലും ചോദിച്ചിട്ടുള്ള സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കറിയാം പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് മിസ് അതിൽ സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊന്നും മിസ് ഇതിൽ രണ്ടാമത് പിന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ റിവിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണേലും PYQs നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Here is the first question. Tapetum play an important role in the development of male gametophyte. Give reason. Okay. ഈ tapetum എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 1 മാർക്ക് ചോദിക്കാറുണ്ട്, 2 മാർക്കും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 3 മാർക്കും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് നമ്മുടെ ടെപ്പീറ്റം. ഓക്കെ, റൈറ്റ് എനി വൺ പെക്യുലാരിറ്റി ഓഫ് ടെപ്പീറ്റൽ സെൽ. ഓക്കെ, ആ 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ടെപ്പീറ്റം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ഡെവലപ്പിംഗ് എംബ്രിയോയിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിനിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ്. നമുക്ക് 4 ലേയേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് നമ്മുടെ ടെപ്പീറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെപ്പീറ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണ് മക്കളെ? യെസ്, അതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിന് ആക്ച്വലി നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ന്യൂട്രിയൻസ്, അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നമ്മുടെ മെയിൽ ഗാമിറ്റോഫൈറ്റിന് മിസ് എംബ്രിയോ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയെന്ന് തോന്നുന്നു, സോറി. നമ്മുടെ മെയിൽ ഗാമിറ്റോഫൈറ്റ്, അതായത് പോളൻ ഗ്രെയിൻ ആണ് കേട്ടോ. പോളൻ ഗ്രെയിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ടെപ്പീറ്റം ആണ്. ആ ഫ്ലോയിൽ അറിയാണ്ട് എംബ്രിയോ എന്ന് പറഞ്ഞു പോയത്. ഓക്കെ, ഫൈൻ. ഇനി എന്താണ് ഇതിന്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് ഡെൻസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസും ആരിൽ കാണാൻ നമുക്ക്? ഈ പറഞ്ഞ ടെപ്പീറ്റത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അതായത് മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ മേക്കിംഗ് ദ ബാക്ടീരിയൽ സെൽ കോമ്പിറ്റന്റ് ടു ടേക്ക് അപ്പ് റീകോമിനന്റ് DNA. അപ്പൊ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയൽ സെല്ലിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് ഇനിഷ്യലി കുറച്ച് ട്രീറ്റ്മെന്റ്സ് അണ്ടർഗോ ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആ ഒരു പെർട്ടിക്കുലർ DNA ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? യെസ്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയൽ സെല്ലിനെ എന്ത് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു ഡൈവാലന്റ് കാറ്റയോൺ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ എടുക്കും, എന്നിട്ട് നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഡൈവാലന്റ് കാറ്റയോൺ എന്ന് പറയുന്നത് കാൽസ്യം ആണ്. ഓക്കെ, ഫൈൻ. ഇനി ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന്റെ ടെമ്പറേച്ചർ നന്നായിട്ടൊന്ന് ലോ ആക്കും. ഓക്കെ, എന്നിട്ട് ആ ടെമ്പറേച്ചർ ലോ ആക്കിയെടുത്ത് നമ്മൾ വീണ്ടും ഈ ബാക്ടീരിയൽ സെല്ലിൽ പ്ലേസ് ചെയ്യും, അതായത് ഐസിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യും. റൈറ്റ്, അതാണ് സെക്കൻഡ്. സോ ഇൻക്യുബേറ്റ് ദ സെൽസ് വിത്ത് റീകോമിനന്റ് DNA ഓൺ ഐസ്. അപ്പൊ ഈ റീകോമിനന്റ് DNA ഉള്ള ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയൽ സെല്ലിനെ എന്താണ് നമ്മൾ ഐസിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഈ ഒരു ഐസിൽ നിന്ന്, ഈ ടെമ്പറേച്ചർ ഡൗൺ ആയ അതിൽ നിന്ന് ടെമ്പറേച്ചർ നമ്മൾ പെട്ടെന്ന് എന്താണ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതൊരു 52 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ എന്താണ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഒരു പ്രോസസ് ആണ് നമ്മുടെ ഹീറ്റ് ഷോക്ക് എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് ഷോക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്താണ് തിരിച്ച് നമ്മൾ ടെമ്പറേച്ചർ ലോ ചെയ്യാണ് ചെയ്യുന്നത്, അതായത് വീണ്ടും നമ്മൾ ഐസിൽ പ്ലേസ് ചെയ്യും. അങ്ങനെ ഇത്രയും സ്റ്റെപ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നമുക്ക് എന്താണ് ഈ ഒരു ബാക്ടീരിയൽ സെല്ലിലേക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു DNA ഇൻസേർട്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ അതിനെ സെറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? എന്താണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ GPP? എന്തൊക്കെയാണ് അതിലെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബയോമാസ് ആണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ബയോമാസിന്റെ പ്രൊഡക്ഷനുള്ള റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബയോമാസ് പ്രൊഡക്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? യെസ്, ഫോട്ടോസിന്തസിന്റെ സമയത്താണ്, അല്ലെ? അപ്പോൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുന്നു, അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിക് മാറ്റർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു റേറ്റിനെയാണ് നമ്മൾ GPP എന്ന് വിളിക്കുന്നത്. വെരി സിമ്പിൾ. ഇനി എന്തൊക്കെയാണ് ഈ GPPനെ അഫക്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്? എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ട് നമുക്കറിയാം, ആ പ്ലാന്റ്സിന്റെ ആ ഒരു റിസോഴ്സസ് കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആണോ? അപ്പൊ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? പിന്നെ ഒരു പ്ലാന്റ് സ്പീഷീസ് ഇൻഹെബിറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, ആ ഏരിയയിൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കാം, അവിടുത്തെ ടെമ്പറേച്ചറും അതുപോലെ ബാക്കിയുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കണം. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്.
പല പ്ലാന്റ്സിന്. ഇപ്പം യങ്ങർ പ്ലാന്റ്സിന്റെ കപ്പാസിറ്റി ആയിരിക്കില്ല ഒരു മിഡിൽ ഗ്രൂപ്പിന് അല്ലെ. പിന്നെ കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള പ്ലാന്റ്സിന് എന്താണ് അതേപോലെ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു കപ്പാസിറ്റി, പിന്നെ ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് ഓരോ ഏരിയ അനുസരിച്ചൊക്കെ ഈ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി മാറി മാറി വരാം. പിന്നെ മിസ് പറഞ്ഞ പോലെ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് അതർ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ലൈക്ക് സൺലൈറ്റ്, ടെമ്പറേച്ചർ, മോയ്സ്ചർ എക്സെട്ര. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അപ്പോമിക്സിസ് ഇസ് എ ബ്ലെസ്സിംഗ് ടു അഗ്രികൾച്ചർ, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് റീസൺസ്. അപ്പൊ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ അപ്പോമിക്സിന്റെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നോ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഹൈബ്രിഡ് പ്രോജനി. ഓക്കെ, അപ്പൊ സെഗ്രിഗേഷൻ നടക്കുന്നില്ല. ഏതാണ് അടുത്ത പ്രോജനി വരുമ്പോഴത്തേക്കും ഹൈബ്രിഡ് ആയിട്ട് അവിടെ ഫോം ചെയ്യുന്ന പ്രോജനിയിൽ നമുക്ക് സെഗ്രിഗേഷൻ കാണാൻ പറ്റില്ല. ഇനി അടുത്ത എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ അപ്പോ മിറ്റിക് സീഡ്സ് എന്താണ് നമ്മൾ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ സീഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് മാത്രം അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സീഡ്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ഈ ഫാമേഴ്സ് ഓരോ തവണ എന്താണ് സീഡ്സ് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. കാരണം എന്താണ്, ആ പ്രോജനിയിൽ ഓൾറെഡി അതിന്റെ ക്യാരക്ടേഴ്സ് മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓരോ തവണ വിതയ്ക്കുമ്പോഴും എന്താണ് നമ്മുടെ ഈ ഒരു സീഡ്സ് പിന്നെ മാറി മാറി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഹൈബ്രിഡ് സീഡ് ആണെങ്കിൽ പോലും അത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അതിനകത്ത് ഏറ്റവും ഗുഡ് ക്യാരക്ടേഴ്സ് അവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഓരോ ജനറേഷൻ കഴിയുമ്പോൾ അത് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് എക്സ്ട്രാ ബേർഡൻ വരികയാണ് അല്ലെ. പിന്നെ നമ്മൾ പുതിയ സീഡ്സ് അവിടെ ഇതാക്കി എടുക്കണം, ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ബ്ലെസ്സിംഗ് ടു അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? ലിസ്റ്റ് എനി 2 ways ഓഫ് മെഷറിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് habitat. Okay, എന്താണ് മക്കളെ പോപ്പുലേഷൻ ഡെൻസിറ്റി? നമുക്കറിയാം, ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ലിവിംഗ് വിത്തിൻ എ സ്പെസിഫിക് ഏരിയ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ആണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുമ്പം എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആ ഏരിയയിൽ റിസൈഡ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നതെന്ന് സിംപ്ലി എന്താണ് ആൾക്കാരുടെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെഷറിംഗ് ദ പേഴ്സൺ കവർ ഓർ ബയോമാസ്. ആ ഒരു ഏരിയയിൽ ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ എടുക്കുന്നത് അല്ലെ, പ്ലാന്റ്സിന്റെ ആണെങ്കിലും ആനിമൽസിന്റെ ആണെങ്കിലും ബാക്കി സ്പീഷീസിന്റെ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. റൈറ്റ്, അപ്പോൾ ഒന്നെങ്കിൽ എണ്ണ, ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമുക്ക് എണ്ണ എടുക്കാം അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബയോമാസ് പ്രൊഡക്ഷൻ വെച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ എന്താണ് പക്മാക്സും അതുപോലെ ഫീക്കൽ പെല്ലറ്റ്സും വെച്ചിട്ട്. ഇപ്പൊ ടൈഗറിന്റെ ഒക്കെ കേസിൽ എന്താണ് പല ആനിമൽസിന്റെ കേസിൽ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. അതിന്റെ എന്താണ് കാൽപാദങ്ങളുടെ പാട് വെച്ചിട്ട് അതിൽ ഡിഫറൻസസ് ഉണ്ടാവും. അത് പഠിക്കുന്ന ഗ്രൂപ്പ് തന്നെയുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഫീക്കൽ മാറ്റർ വെച്ചിട്ട് നമുക്കല്ലാണ്ട് അവർ ഓരോരുത്തരും പോയിട്ട് എണ്ണാൻ പറ്റത്തില്ല അല്ലെ. റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. റൈറ്റ്, പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നെ അതുകൂടാണ്ട് ഒരു ബാക്ടീരിയ ഒക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ ആ ഒരു കോളനീസിൽ എത്ര ബാക്ടീരിയ ഉണ്ട് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ പല ഡിഫറെന്റ് മെത്തേഡ്സിലാണ് നമ്മൾ ഓരോ സ്പീഷീസിലും ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തൊരു മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റൻ ആണ്, ADA ഡെഫിഷ്യൻസി ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ എലീസ ആൻഡ് ആൽഫ 1 ആന്റിട്രിപ്സിൻ. ഓക്കെ, അത്യാവശ്യം എളുപ്പമുള്ളൊരു മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. നമുക്ക് പറയാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്? നമ്മുടെ എലീസ ആയിരിക്കും. എലീസ എന്താണ്? എയ്ഡ്സ് ആണ് നമുക്കറിയാം. പിന്നെ ADA ഡെഫിഷ്യൻസി, ഓക്കെ, അത് ജീൻ തെറാപ്പിയാണ്. പിന്നെ ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ റോസിയാണ് അല്ലെ, കൗ. ആൻഡ് ആൽഫ 1 ആന്റിട്രിപ്സിൻ എന്താണ്? നമ്മുടെ എംഫിസിമയാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊരു മാത്സ് ഫോളോയിങ് ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഏതാണോ അതിനെ ഫസ്റ്റ് നിങ്ങൾ മാച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് ലാസ്റ്റിലേക്ക് വെക്കുക. അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓ, ഹിയർ ഇസ് ദ ആൻസർ. ഓക്കെ, the most spectacular and evolutionarily fascinating examples of mutualism are found in plant-animal relationship. സോ നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വലിസത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്നെന്താണ്, ഫിഗ് പ്ലാന്റ് ഇസ് പോളിനേറ്റഡ് ബൈ വാസ്പ് ആൻഡ് വാസ്പ് യൂസസ് ദ ഫ്രൂട്ട് ആസ് എഗ് ലേയിങ് പ്ലേസ്. അതൊരു ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ ഓഫ്രിസ് ഓർക്കിഡ് പോളിനേറ്റഡ് ബൈ ബീസ് ആൻഡ് മെയിൽ ബീസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് എ ഫ്ലവർ ഫോർ സ്യൂഡോ കോപ്പുലേഷൻ. അതാണ് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിൽ. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. പിന്നെ പ്ലാന്റ്സ് നീഡ് ആനിമൽസ് ഫോർ പോളിനേഷൻ, ദെൻ ആനിമൽസ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ, പോളിനേറ്റേഴ്സ് റിസീവ് എ റിവാർഡ് ഇൻ ദ ഫോം ഓഫ് നെക്ടർ. ഓക്കെ, നെക്ടർ അല്ലെ പോളൻ എന്നുള്ള രീതിയിൽ. റൈറ്റ്, അപ്പൊ ഇത് പോലത്തെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 1-2 എക്സാമ്പിൾസ് ഓർത്തിരിക്കാം. ഗീവ് സ്യൂട്ടബിൾ ടേംസ് ഫോർ ദ ഫോളോയിങ്.
a technique in plant biotechnology in which two different plant protoplasts are fused to create a hybrid with desirable traits from different varieties of plants. എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്നതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ജനറ്റിക്കലി ഐഡന്റിക്കൽ പ്ലാന്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ മൈക്രോ പ്രൊപ്പഗേഷൻ ഈസ് നോൺ ആസ് നത്തിങ് ബട്ട് സോമ ക്ലോൺസ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റിന് നിങ്ങൾക്ക് 1 മാർക്ക് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കുക. കണ്ടോ, അതൊക്കെ 2 മാർക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ബോട്ടണിയിൽ. കമ്പാരിറ്റീവ്ലി ബോട്ടണി ഈസ് ഈസിയർ ദാൻ സുവോളജി, റൈറ്റ്? Write the first trophic level of grazing food chain and detritus food chain. In aquatic ecosystem, which food chain is a major conduit for energy flow? Okay, അപ്പോൾ എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നമുക്കറിയാം എപ്പോഴും പ്ലാന്റ്സ് ആയിരിക്കും പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെ. പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്, അതിലൊരു മാറ്റവും വരില്ല. പിന്നെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലാണെങ്കിൽ ഡെഡ് ഡീക്കേയിങ് മാറ്റർ ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ, ഡെട്രിറ്റസ് ആയിരിക്കും, റൈറ്റ്? ലീഫ് ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ലീഫ് ചെയ്യാൻ പോകുന്നത് ഒരുമിച്ച് കിടക്കുന്നത്, റൈറ്റ്? അതാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ ഇറ്റ്സ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, അതാണ് കണ്ടിന്യൂറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ. Yeah, pathogens are used very effectively in biotechnology to transfer the DNA into host cells, plant cell and animal cell, രണ്ടിലും അല്ലെ. Substantiate with suitable example. അപ്പോൾ പാത്തോജൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിസാംഡ് ആയിട്ടുള്ള അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷൻസ് നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ DNA ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലെ, അതിനുവേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇതിലേക്ക് പ്ലാന്റ് സെല്ലിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ റിട്രോ വൈറസ് അല്ലെ, രണ്ടും പാത്തോജൻസ് ആണ് ആക്ച്വലി. അതിനെ രണ്ടിനെ ഡിസാം ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഡിസാംഡ് റിട്രോ വൈറസ് നമ്മുടെ ആനിമൽ സെല്ലിലും ഇതേപോലെ DNA ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് പോളൻ ഗ്രെയിൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ പോളൻ ഗ്രെയിൻ്റെ ഡയഗ്രാം പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഐഡന്റിഫൈ സെൽ എ ആൻഡ് സെൽ ബി, റൈറ്റ് ദ 2 ഫീച്ചേഴ്സ്. ഓക്കെ, ഫീച്ചേഴ്സ് എഴുതാൻ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ അവിടെ ഇല്ലായിരുന്നു, സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഇത് തമ്മിലുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കറിയാം വെജിറ്റേറ്റീവ് സെല്ലാണ്, ബി എന്ന് പറയുന്നത് എന്താണ്, എ ഇസ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ബി ഇസ് ജനറേറ്റീവ് സെൽ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേറ്റീവ് സെല്ലിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽ എന്താണ്, ബിഗർ ആണ്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് സെല്ലിലാണ് നമ്മുടെ ഫുഡ് റിസർവ് ഉണ്ടാവുന്നത്. പിന്നെ കുറച്ചും കൂടെ ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. നെയിം ദ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് പ്രസന്റ് ഇൻ ദ സിനർജിഡ് അറ്റ് മൈക്രോപൈലാർ എൻഡ്, റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. എന്താണ് ആ ഒരു പെർട്ടിക്കുലർ സെല്ലുലാർ തിക്കനിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഫിലിഫോം അപ്പാരറ്റസ്? 1 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദ സിനർജിഡ്സ്. ഓക്കെ, സിനർജിഡ്സിലേക്ക് കറക്റ്റ് ആയിട്ട് ആ പോളൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസ്. യെസ്, വാട്ട് ആർ ദ 2 കോർ ടെക്നിക്സ് ദാറ്റ് enabled the birth of modern biotechnology? വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏറ്റവും നമ്മുടെ ആ ഒരു ഇൻട്രോ പാർട്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. 2 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു പോർഷൻ ആണത് അല്ലേ. പക്ഷെ 2024 കണ്ടോ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്, ബട്ട് സ്റ്റിൽ 2 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻ. Explaining 2 methods by which recombinant DNA can be directly introduced into the host cell. ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളോട് 2 എണ്ണവും സെപ്പറേറ്റ് ആയിട്ട് 1 മാർക്കിനും ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒന്ന് നമ്മുടെ മൈക്രോ ഇഞ്ചക്ഷനും അതുപോലെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബയോലിസ്റ്റിക്സും ആണ്. മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ്ലി നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലേ. ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ്ലി നമ്മുടെ DNA ഇഞ്ചക്ട് ചെയ്യാണ്, അതിന് നമ്മൾ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയും. ബയോലിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോംബാർഡ്മെന്റ് ഓഫ് പ്ലാന്റ് സെൽ വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾ ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൻ കോട്ടഡ് വിത്ത് DNA is called biolistics. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും നമ്മൾ യൂസ് ചെയ്യാറുള്ള റീകോംബിനന്റ് DNA ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യാറുള്ള 2 മെത്തേഡ്സ് ആണ്. അത് നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. നെയിം ദ കൗ ആൻഡ് ദ പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ദ മിൽക്ക്. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. റോസിയാണ് ആൻഡ് ആൽഫ ലാക്റ്റാൽബുമിൻ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഹ്യൂമൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. യെസ്,
ഫൈൻ. ഇവിടെ നമുക്കൊരു മാത്സ് ഫോളോയിങ് വീണ്ടും വന്നിരിക്കുകയാണ്. ബയോപൈറസി, ജീൻ തെറാപ്പി, RNA ഇന്റർഫറൻസ് ആൻഡ് ബാസിലസ് തുറൻജിൻസിസ്. അപ്പൊ ഇതിൽ ജീൻ തെറാപ്പി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് ചോദിക്കാറുണ്ട്. ബയോപൈറസി ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ബയോപൈറസി നമുക്കറിയാം, യെസ് ദാറ്റ് ഇസ് ബസ്മതി റൈസ് ആണ്. ആൻഡ് ജീൻ തെറാപ്പി വി നോ ഇറ്റ് ഇസ് ADA ഡെഫിഷ്യൻസി. RNA ഇന്റർഫറൻസ് ഇസ് മെലുഡൈൻ ഇൻകോഗ്നിഷ്യ ആൻഡ് ബാസിലസ് തുറൻജിൻസിസ് ഇറ്റ്സ് ക്രൈജീൻ. ഓക്കെ ഫൈൻ. മിസ് അത് പെട്ടെന്ന് പറഞ്ഞു പോയത്, എക്സ്പ്ലനേഷൻ അതിൽ അത്യാവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് കേട്ടോ. ദ ഫോളോയിങ് ഗ്രാഫ് ഷോസ് 2 ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ബിയും 2 ഗ്രോത്ത് കർവും കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. വാട്ട് ഡസ് കെ സ്റ്റാൻഡ്സ് ഫോർ? ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെ ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന ലോഗിസ്റ്റിക് ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ സിഗ്മോയിഡ് ഷേപ്ഡ് കർവ് എന്നൊക്കെ പറയുന്നത്. കെ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ക്യാരിങ് കപ്പാസിറ്റി. മാക്സിമം എത്രയാണ് ഒരു ഏരിയയിൽ അല്ലെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ്? യെസ്. പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് ടു ലീവ് ഓൺ ഹോസ്റ്റ്. വാട്ട് ആർ ദേ? ഇത് NCERT-യിൽ ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ്? ദ ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ്, പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർ സക്കേഴ്സ്, അല്ലെ സക്കേഴ്സ് ഉണ്ടാവും ഒരു ഇതിലേക്ക് ക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ എന്താണ്? പ്രസൻസ് ഓഫ് അഡസീവ് ഓർഗൻ അല്ലെ, സക്കേഴ്സ്. പിന്നെ അടുത്ത എന്താണ്? ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവും. പിന്നെ പ്രസൻസ് ഓഫ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓർ വെക്ടേഴ്സ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള 2-3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ദ ഫിഗർ ഡിപിക്ട്സ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി ഈസ് വെരി ഇമ്പോർട്ടന്റ്. പലപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ്. പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്, ക്യാൻ നെവർ ബി ഇൻവേർട്ടഡ്. ജസ്റ്റിഫൈ. This question is important. What are the other 2 ecological pyramid? എന്തുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്? നമുക്കറിയാം, എനർജി ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആയിട്ട് എന്താണ് കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അവിടെ ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൺലി 10% ഓഫ് ദ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഈച്ച് ട്രോഫിക് ലെവൽ ടു ദ ഹയർ ട്രോഫിക് ലെവൽ. അതുകൊണ്ടാണ് എപ്പോഴും അപ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും ലോവർ ലെവലിലായിരിക്കും മാക്സിമം എനർജി. അവിടുന്ന് മുകളിലേക്ക് പോകും തോറും ഇത് കുറഞ്ഞു വരും. ഓക്കെ ഫൈൻ. അപ്പൊ അത് ഓക്കെ ആണല്ലോ. യെസ്. ദെൻ പിരമിഡ് ഓഫ് നമ്പേഴ്സും പിരമിഡ് ഓഫ് ബയോമാസും ആണ് അത് കൂടാണ്ടുള്ള 2 പിരമിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് 2023 ചോദിച്ചിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആൻഡ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. യെസ്, 2 തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾ നോക്കുക. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണെങ്കിൽ നമുക്കറിയാം സ്റ്റാർട്ട്സ് വിത്ത് പ്രൊഡ്യൂസേഴ്സ്. ഡെട്രിറ്റസ് ആണെങ്കിലോ ഡെഡ് ഓർഗാനിക് മാറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഇറ്റ് ഇസ് ദ മേജർ ചാനൽ ഓഫ് എനർജി ഫ്ലോ ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം. അതേ സമയത്ത് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് മെയിനായിട്ട് കാണുന്ന ആരെയാണ്? നമ്മുടെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനാണ്. And producers or plants belong to the first trophic level in grazing food chain. Detritus ആണെങ്കിൽ dead organic matter belongs to the first trophic level. Okay, list out any 2 devices in plants which help to discourage self pollination and encourage cross pollination. എന്താണ്? pollen release and stigma receptivity are not synchronized. അതായത് രണ്ടും വേറെ സമയത്തായിരിക്കും. ഓക്കെ, anther and stigma are placed at different position. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെ. ഫാക്ട് എന്ന് പറയുന്നത് സെൽ ഇൻകോമ്പാക്ടിബിലിറ്റി ഇസ് എറ്റ് അനദർ മെഷർ. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഓൺ ഡിഫറെന്റ് പ്ലാന്റ്. ഓക്കെ, ഇതിൽ എളുപ്പമുള്ളത് ഏതെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ഫൈൻ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓഫ് ഒവ്യൂൾ ആൻഡ് ലേബൽ ദ പാർട്സ്. ഒവ്യൂളിന്റെ പിക്ചർ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇതും പലപ്പോഴും നിങ്ങളോട് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫ്യൂണിക്കിൾ ആണ്. ബി എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോപൈൽ. ആൻഡ് സി ഇസ് എംബ്രിയോ സാക്ക്. ആൻഡ് ഡി വി ഹാവ് ദ ചലാസ ഓർ ചലാസൽ പോൾ, റൈറ്റ്? യെസ്, ദിസ് ഇസ് ദ ചലാസൽ റീജിയൻ അല്ലേ. യാ, ആൻഡ് ദിസ് ഇസ് ദ മൈക്രോപൈലാർ റീജിയൻ, റൈറ്റ്? ഫൈൻ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. നിങ്ങളോട് ഹൈലോം ഇതേപോലെ ന്യൂസിലസും ഒക്കെ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, which is the thermostable enzyme used in PCR? Name the bacterium from which the enzyme is isolated. We know. ഏതാണ്? ടാഗ് പോളിമറൈസ് ആണ് തെർമോസ്റ്റേബിൾ എൻസൈം എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? യെസ്, തെർമസ് അക്വാറ്റിക്കസ്. ഓക്കെ, അത് എപ്പോഴും ചോദിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ്. ആൻഡ് പ്രൊഡക്ടിവിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ. ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഇസ് കോൾഡ് ദ പ്രൊഡക്ടിവിറ്റി. ഇറ്റ് മേ ബി പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാന്റ് സ്പീഷീസ് ഇൻഹബിറ്റിംഗ് ആൻ ഏരിയ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ mechanism of insect resistance in BT cotton. So the BT toxin ആണ് അവിടെ is produced by the bacteria അല്ലെ, that acts as inactive protoxin. Okay, alkaline pH of insect gut
ഇൻസെക്റ്റിന്റെ ഗട്ടിൽ എന്താണ് ഇത് കഴിച്ചു കഴിയുമ്പോൾ അത് എത്തിക്കഴിയുമ്പോൾ എന്താണ് ഇത് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിൻ എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. കോൺബോർഡർ എന്താണ് അതിൽ പോയിട്ട് കഴിക്കുന്ന സമയത്ത് അതിന്റെ ഗട്ടിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ ഒരു ചേഞ്ച് നടക്കുന്നത് അല്ലെ. ആക്റ്റീവ് BT ടോക്സിൻ ബൈൻഡ്സ് ടു ദ ഗട്ട് എപ്പിത്തീലിയം ആൻഡ് കോസസ് ദ സെൽ ലൈസസ്. സെൽ അവിടെ എന്താണ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും, റൈറ്റ്, ലീഡിങ് ടു ഇൻസെക്ട് ഡെത്ത്. അങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ BT കോട്ടണിൽ ഈ ഒരു ആക്ഷൻ നടക്കുന്നത്. Different types of population interaction has been observed in the population. Write the types of interaction observed among the following species. Okay, orchid and അതിലെന്താണ് ഫസ്റ്റ് വൺ ഓർച്ചിഡ് ഓഫ് ഫ്രൈസ് ആൻഡ് ബീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാണ് നമ്മുടെ മ്യൂച്വലിസം ആണ്, മ്യൂച്വലിസം ആണ് കേട്ടോ. പിന്നെ ഡോഗ്സ് ആൻഡ് ടിക്സ് ഏതാണ്? യെസ്, ഡോഗ്സിന്റെ മുകളിൽ ടിക്സ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത് എന്താണ് ബ്ലഡ് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാരസൈറ്റിസം ആയിരിക്കും, പാരസൈറ്റിസം. ഓക്കെ ആണല്ലോ, യെസ്. ഇനി അടുത്തത് എന്താണ് ബെർനാക്കിൾസ് ആൻഡ് വെയിൽ. ഏതാണ് ബെർനാക്കിൾസ് ആൻഡ് വെയിലിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഒന്നിന് മാത്രമേ അവിടെ ബെനിഫിറ്റഡ് ആയിട്ടുള്ളൂ. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് കമൻസാലിസം. ഇറ്റ്സ് കമൻസാലിസം. ആൻഡ് അടുത്തത് നമ്മുടെ ഫംഗി ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആൽഗി ആണ്, നമ്മൾ ലൈക്ക് ആണ് അല്ലേ. അതെന്താണ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? യെസ്, ദാറ്റ് ഈസ് മ്യൂച്വലിസം. ഫൈൻ, ഓക്കെ ആണല്ലോ. Yes, next question. What are genetically modified organisms? GMO. Mention any one merit of GM plants. Okay, genetically modified plants. Okay, genetically modified organism എന്ന് പറഞ്ഞാൽ an organism that can be bacteria, fungi, plants or animals whose genetic material is altered. Genetic material എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ genetically modified organism എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ ക്രോപ്സ് എന്താണ് അബയോട്ടിക് സ്ട്രെസ്സുമായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ പെസ്റ്റ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് ഇങ്ങനെയുള്ള GM പ്ലാന്റ്സിൽ പൊതുവെ വളരെ കുറവായിരിക്കും. പിന്നെ ന്യൂട്രീഷണൽ വാല്യൂ പൊതുവെ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇത് വലിച്ചെടുക്കുന്ന മിനറൽ ന്യൂട്രിയൻസ് ഒക്കെ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്ന എന്താണ് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും. അപ്പൊ അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സും നല്ലതുപോലെ തന്നെ നടക്കും അല്ലെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളോട് ഈ വർഷങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും മിസ് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പറയണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ഈ വർഷം ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു ടൈം ഉണ്ട് ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ടൈം അല്ലെ. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്രയും ഭാഗം ബയോളജി ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പോയിന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.